ഈശോ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച കേട്ടത് ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. തളർവാദ രോഗിയുടെ 4 കൂട്ടുകാർ ചേർന്നിട്ട് ഇദ്ദേഹത്തെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. ഈശോ അവിടെ പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. നമുക്കായാലും ഒരു സാധാരണ രീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഈ തളർവാദം പിടിപെട്ട മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ ആ രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില തളർവാദങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ജീവിതത്തില് പാപത്തിന്റെ പിടിയിലാണ് നാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് വരാവുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു തളർവാദമുണ്ട്. നമ്മൾ ആകെപ്പാടെ ഡൗൺ ആയി കിടക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരെങ്കിലും ഇങ്ങനെ കുമ്പസാരൊക്കെ കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അതുവരെ ഭയങ്കര ഡൗൺ ആയിരിക്കും. പക്ഷെ കുമ്പസാരം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്, ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ ഈ കുമ്പസാരത്തിന്റെ ദിവസം കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ് ചിലര്. കാരണം ഈ പാപം അവനെ തളച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഏകദേശം ഈ തളർവാദത്തിന് സമാനമാണത്. കാരണം ഈ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു കഴിയുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് തളർവാദത്തിൽ നിന്നും വിമുക്തി പ്രാപിച്ച അല്ലെങ്കിൽ രോഗശാന്തി ലഭിച്ച ഒരുവനെ പോലെ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ സോഷ്യൽ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ പാപത്തിൻ്റെതായിട്ടുള്ള കെട്ടുകൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ കുമ്പസാരത്തിലൂടെ ഒരു രോഗശാന്തി ലഭിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.